മുസ്ലിം ലീഗ് ഇത്തവണ LDFന് അനുകൂലമായിരിക്കും വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്. അഴിമതി മുന്നണിയാണ്, അധോലോക മുന്നണിയാണ്. ഇപ്പോഴ് ഒരു അശ്ലീല മുന്നണിയായിട്ട് ഇരു മുന്നണികളും അധപ്പതിച്ചിരിക്കുകയാണ്. ഇന്ന് NDA സംസ്ഥാന നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ ഏറ്റവും ഒടുവിൽ കേരളത്തിലെ പരമ്പരാഗത മുന്നണികളായ LDFും UDFും അതിന് നേതൃത്വം കൊടുക്കുന്ന CPMും കോൺഗ്രസും ദുർബലമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവില് നമ്മുടെ LDFനെ UDFനെ സംബന്ധിച്ച് പറയാറ് അഴിമതി മുന്നണിയാണ്, അധോലോക മുന്നണിയാണ്. ഇപ്പോഴ് ഒരു അശ്ലീല മുന്നണിയായിട്ട് ഇരു മുന്നണികളും അധപ്പതിച്ചിരിക്കുകയാണ്. ഉദാഹരണം, നമ്മുടെ ഇടതുമുന്നണിയുടെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ശ്രീ KS ഹംസ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അതായത് അദ്ദേഹം പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയായി നിർത്തുന്നതിന് മുമ്പ് CPMന്റെ സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തോട് പറഞ്ഞത്, അദ്ദേഹത്തിന് നൽകിയ ഉറപ്പ്, പൊന്നാനിയിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ ആയിരിക്കില്ല. അതായത് ET മുഹമ്മദ് ബഷീറിനെതിരെ മത്സരിക്കാൻ താൻ തയ്യാറല്ല എന്ന് KS ഹംസ CPMന്റെ സംസ്ഥാന നേതൃത്വത്തോട് പറഞ്ഞപ്പോ സംസ്ഥാന നേതൃത്വം നൽകിയ ഉറപ്പ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി ET മുഹമ്മദ് ബഷീർ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാകില്ല. ഇത് സ്വാഭാവികമായിട്ടും ഈ വാർത്ത ആദ്യം വന്നപ്പോൾ എല്ലാവരും കരുതിയത് ഇതൊരു തമാശയാണെന്ന്. കാരണം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം, മലപ്പുറത്ത് ആരായിരിക്കണം, പൊന്നാനിയിൽ ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് AKG സെന്ററിൽ നിന്നാവില്ല എന്നാ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പോഴ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നു പൊന്നാനിയില് സമദാനിയും അതേപോലെ മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറാണെന്ന്. അതായത് മലപ്പുറത്ത് നിന്ന് സമദാനിയെ പൊന്നാനിയിലേക്കും പൊന്നാനിയിൽ നിന്ന് ET മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മാറ്റിയിരിക്കുന്നു. അതായത് ഒരു കാര്യം വളരെ വ്യക്തമായത്, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം നടന്നത് CPMന്റെ സംസ്ഥാന കാര്യാലയമായ AKG സെന്ററിലാണ്. അപ്പൊ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ നിർണയിക്കാൻ AKG സെന്ററിന് CPM സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കുന്നു എങ്കിൽ മുസ്ലിം ലീഗും CPMും തമ്മിലുള്ള അന്തർധാര മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. LDFനും CPMനും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് വർഗീയവാദികളെ മുമ്പിൽ, അതുപോലെ ഭീകരവാദികളെ മുന്നിൽ ഇപ്പൊ അടിയറവ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തും പൊന്നാനിയിലും CPMന്റെ വോട്ട്, LDFന്റെ വോട്ട് സ്വാഭാവികമായി ലീഗിന് ലഭിക്കും. പക്ഷേ മറിച്ച് മറ്റ് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗ് ഇത്തവണ LDFന് അനുകൂലമായിരിക്കും വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് എന്നതിന് വ്യക്തമായ സൂചനയാണ് ഈ CPM ലീഗ് അന്തർധാര. ഇക്കാര്യം യാതൊരു സംശയമില്ല. നോക്കൂ, മറുഭാഗത്ത് ഇത്രയും വലിയ മതപ്രീണനമാണ് മാർക്സിസ്റ്റ് പാർട്ടിയും LDF നടത്തുന്നത് എന്നുള്ളതിന് ഏറ്റവും ഒടുവിലത്തെ തെളിവാണിത്. ഇതോടൊപ്പം മറുഭാഗത്ത് UDFലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. ഇതിനെ സംബന്ധിച്ച് UDFന്റെ അഭിപ്രായം എന്താ, കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ? അവർ നിലപാട് വ്യക്തമാക്കണം. UDF അവർ അതിനേക്കാൾ മുസ്ലിം ലീഗിനെ അതേപോലെ തീവ്രവാദ സംഘടനകളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ മുസ്ലിം ലീഗിന് 2 സീറ്റാണ്, ലോക്സഭാ സീറ്റാണ് കോൺഗ്രസ് നൽകിയിട്ടുള്ളത്, UDF നൽകിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഒരു രാജ്യസഭാ സീറ്റ് അവർക്കുണ്ട്. വീണ്ടും ഒരു രാജ്യസഭാ സീറ്റ് കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു. 4 പാർലമെന്റ് അംഗങ്ങളെ മുസ്ലിം ലീഗ് ഉണ്ടാക്കി കൊടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇപ്പം
വർഗീയവാദികളെയും തീവ്രവാദികളെയും പ്രീതിപ്പെടുത്താൻ പ്രീണിപ്പിക്കാൻ CPM-ഉം കോൺഗ്രസും LDF-ഉം UDF-ഉം പരിശ്രമിക്കുകയാണ്. ഇത് കേരളത്തിന് ഒരിക്കലും ഗുണകരമാവില്ല എന്ന് മാത്രമല്ല, ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് അത് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല, UDF-ൽ ഘടകകക്ഷിയാവുക, എന്നിട്ട് LDF-മായി സഹകരിക്കുക, LDF-നെ സഹായിക്കുക, ഇതൊക്കെ എന്നിട്ടും LDF-നെ സഹായിക്കുന്ന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ UDF-ൽ നിലനിർത്തിക്കൊണ്ട് UDF-നോടൊപ്പം നിൽക്കുക, അതാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഇതൊരു അശ്ലീല മുന്നണിയായി മാറിയിരിക്കുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് LDF-ഉം UDF-ഉം അപമാനകരമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. LDF-നെതിരായിട്ടുള്ള അവരുടെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ ജനരോഷം ആളിപ്പടരുകയാണ്. അതുപോലെ UDF-നെ സംബന്ധിച്ച് പൊതുവെ ദുർബല, പോരാത്തതിന് ഗർഭിണിയും എന്ന് പറഞ്ഞതുപോലെ പൊതുവെ കോൺഗ്രസ് ദുർബലമായി കൊണ്ടിരിക്കുന്നു. മുസ്ലിം ലീഗും കൂടി ഇടതുമുന്നണിയിലേക്ക് മാറുന്ന സമയത്ത് UDF ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്നു. കേരളത്തിലും കോൺഗ്രസ് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ്.